ഈ കാണുന്ന പോലെ ബസ്സിൻ്റെ ഫ്രണ്ട് ഫുള്ള് ഒരേ തീമിൽ പിക്സൽ LED വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിലുള്ള വീഡിയോ ഫുള്ള് കാണാവുന്നതാണ്. എക്സ്ലൈറ്റ്സ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും LED സെൻറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് എക്സ്ലൈറ്റ്സ് എന്ന സോഫ്റ്റ്വെയർ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഇതൊരു വലിയ ടോപ്പിക്കാണ്. ഇതിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമായിരിക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവുക. ഇതിന് കിട്ടുന്ന റെസ്പോൺസ് അനുസരിച്ച് ബാക്കി പോർഷൻസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഈ ഒരു ഫോൾഡറിന് നമുക്കുള്ള പ്രോജക്റ്റിൻ്റെ പേര് കൊടുക്കുക. നമ്മൾ ഏതെങ്കിലും വർക്കിൻ്റെ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും ഈ ഒരു സംഗതി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ വർക്ക് നെയിം ഇതിന് കൊടുക്കുക. ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഫയലുകളും കാര്യങ്ങളും ഇനി മുതൽ സേവ് ആവാൻ പോണത് ഈ ഒരു ഫോൾഡറിലേക്കായിരിക്കും. ഓക്കെ, അതിനുശേഷം നമ്മളുടെ എക്സ്ലൈറ്റ്സ് ഓപ്പൺ ചെയ്യുക. പിക്സൽ LED ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു സോഫ്റ്റ്വെയറാണ് എക്സ്ലൈറ്റ്സ്. ഇതിനകത്ത് ഇവിടെ നമുക്ക് 3 സെക്ഷനുകളാണുള്ളത്: കൺട്രോളേഴ്സ്, ലേഔട്ട്, സീക്വൻസ്. ഇതിനകത്ത് ഫസ്റ്റ് സെക്ഷൻ കൺട്രോളേഴ്സ് നമ്മൾ എടുക്കണം. അത് ഓരോ പാർട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അതിനകത്ത് ആദ്യത്തെ പോർഷനാണ് കൺട്രോളർ. ഇവിടെ നമുക്ക് ഷോ ഡയറക്ടറി എന്നുള്ള ഒരു സംവിധാനം കാണാം. ഇവിടെ ആണ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യേണ്ടുന്നത്. ചേഞ്ച് പെർമനൻ്റ്ലി കൊടുക്കുക. ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുക. നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഷോ ഡയറക്ടറി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നള്ളായിട്ടാണ് കിടക്കുക. ഇവിടെ ആഡ് ഈതർനെറ്റ് എന്ന് വന്ന ഓപ്ഷൻ യൂസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ സൈഡിൽ കുറച്ച് ഓപ്ഷൻസ് വന്നിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് ഇതിൻ്റെ പേര് മാറ്റേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന കൺട്രോളറിൻ്റെ പേര് അവിടെ FPP എന്ന് സെലക്ട് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. വെണ്ടറിൻ്റെ അവിടെ ഡ്രോപ്പ് ഡൗണിൽ നമ്മൾ FPP സെലക്ട് ചെയ്യുക. അതിനുശേഷം മോഡല് RGB കേപ്പ് 48 സെലക്ട് ചെയ്യുക. ID 1 ആക്കുക. അതിനുശേഷം ഓട്ടോ സൈസ് ഓഫ് ചെയ്യുക. ഓട്ടോ സൈസ് ഇവിടെ വയ്ക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം പിന്നെ ചെയ്യേണ്ടുന്നത് ഇവിടെ ആക്റ്റീവ് എന്നുള്ളത് മാറ്റിയിട്ട് എക്സ്ലൈറ്റ്സ് ഓൺലി എന്നുള്ളത് സെലക്ട് ചെയ്യുക. താഴെ ഇവിടെ കാണുന്ന ഈ സംഖ്യ ഒരു 48,000 മറ്റോ ആക്കി ഇടുക. ഓക്കെ, ഇത്രയാണ് ഇവിടെ കൺട്രോളറിൻ്റെ ഭാഗത്തുള്ള സെറ്റിങ്സ് വരുന്നത്. വേറെ ഒന്നും ഇവിടെ ചെയ്യാനില്ല. പിന്നെ അവിടുത്തെ സെക്ഷനിലേക്ക് പോവുക. ലേഔട്ടാണ്. ഇവിടെയാണ് നമ്മൾ ലേഔട്ട് വരയ്ക്കുക. ലേഔട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്കിതിനകത്തേക്ക് പിക്ചർ എടുത്തിട്ടിട്ട് നമുക്കിതിനകത്ത് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിൻ്റെ ബസ്സിൻ്റെ ഇമേജ് ഉണ്ട്. ഈ ഒരു ബസ്സിൻ്റെ ഇമേജാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോണത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഓപ്പൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കുക. ബസ്സിൻ്റെ പിക്ചർ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത് ഗ്ലാസിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു LED ചെയ്യുന്നുണ്ട്. പിന്നെ വൈപ്പറിനകത്ത് LED ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ കുറച്ച് ലൈൻസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇതിനകത്ത് വരച്ചിട്ട് എങ്ങനെ
ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ഗ്ലാസിൻ്റെ താഴത്തെ പോർഷനിൽ കുറച്ച് LED. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് 2-3 ടൂൾസ് ഉണ്ട്. ലൈൻ ടൂള്, പോളിഗൺ ടൂള്, പോളി ലൈൻ. അപ്പോൾ ഞാനിവിടെ പോളി ലൈൻ എടുക്കുകയാണ്. പോളി ലൈൻ എടുത്തിട്ട് വരച്ചു, ക്ലിക്ക് ചെയ്തു, ഇവിടം വരെ ക്ലിക്ക് ചെയ്തു, മേലോട്ട് ക്ലിക്ക് ചെയ്തു. ഇനി ഇത് പോകാൻ വേണ്ടി എസ്കേപ്പ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നത് പോവും. അത് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു മോഡൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ മോഡലിൽ ക്ലിക്ക് ചെയ്യുക. താഴോട്ട് നമ്മൾ എടുക്കുമ്പോൾ ഇൻഡിവിജ്വൽ സെഗ്മെൻറ്റ് ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഓരോ കോർണർ ടു കോർണറുള്ള LED എണ്ണവും നമുക്ക് മാറ്റാനായിട്ട് പറ്റും. ഇവിടെ ഇപ്പോൾ ഹൈലൈറ്റ് ആയിരിക്കുന്നത് ഈ ഒരു പോർഷനാണ്. അവിടെ എനിക്ക് 60 LED ഉണ്ട്. ഞാനിവിടെ 60 ഇട്ടു. തൊട്ട് താഴത്തെ പോർഷൻ എന്ന് പറയുമ്പോൾ ഹൈലൈറ്റ് ആയിരിക്കുന്ന ബസ്സിൻ്റെ താഴത്തെയാണ്. അതൊന്നും ഞാൻ 160 LED ഇട്ടു. ഇനി ഇത് മേളത്തെ പോർഷൻ, സൈഡിലത്തെ അങ്ങേപ്പുറത്തെ പോർഷൻ, അത് ഹൈലൈറ്റ് ആയിട്ടുണ്ട്. അവിടുത്തെ പോർഷനിൽ ഞാൻ 60 LED ഇട്ടു. ഓക്കെ, ഫസ്റ്റ് ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി ഞാൻ വീണ്ടും മേളിൽ പോയിട്ട് പോളി ലൈൻ സെലക്ട് ചെയ്തു. വൈപ്പറിൻ്റെ മുകളിലുള്ള പോർഷൻ ഞാൻ വരച്ചു. എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ ഞാൻ പോളി ലൈൻ 2 വന്നിട്ടുണ്ട്. ഇൻഡിവിജ്വൽ സെഗ്മെൻറ്റ് ടിക്ക് ഇടുക, അത് എക്സ്പാൻഡ് ചെയ്യുക. ഇവിടെ അത് എത്ര LED ഓരോ സെഗ്മെൻറ്റിലും ഉണ്ടെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഹൈലൈറ്റ് ആയ ആ ഒരു പോർഷനിൽ 45 LED ഉണ്ട്. തൊട്ട് താഴത്തെ ഇതിനകത്തും 45 LED ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത ഇത് വീണ്ടും പോളിഗൺ ടൂൾ എടുക്കുന്നു, പോളി ലൈൻ ടൂൾ എടുക്കുന്നു. പോളി ലൈൻ ടൂൾ എടുത്തു അടുത്ത വൈപ്പർ വരയ്ക്കുകയാണ്. എസ്കേപ്പ് അടിക്കുക. ഇപ്പോൾ ഒരു ലൈൻ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് അതിനകത്തൊരു ഗ്രീൻ കളറിലെ ഒരു സ്ക്വയർ കാണാം, ബ്ലൂ കളറിലെ സ്ക്വയർ കാണാം എൻഡിൽ. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണെന്നും എൻഡ് ചെയ്യുന്നത് ഇവിടെയാണെന്നുമാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. തിരിച്ച് അതിൽ തന്നെ സെലക്ട് ചെയ്ത് ഇൻഡിവിജ്വൽ സെഗ്മെൻറ്റ്സ് ഓണാക്കി അതിനെ എക്സ്പാൻഡ് ചെയ്ത് ഇവിടെ LED എണ്ണം കൊടുക്കുക, 60. ഇവിടെയും 60. സേവ് ചെയ്യുക. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ പോവാണ്. ഇവിടെ ഒരു പീസ് LED. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് എവിടെയാണ്, എൻഡിങ് എവിടെയാണ്. ഇവിടെ സിംഗിൾ ലൈൻ ആണ് വന്നിരിക്കുക. അപ്പോൾ ഇത് പോളി ലൈൻ 3യുടെ തുടക്കമാണ് എന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് അത് സെലക്ട് ചെയ്യുക. അതിനകത്തുള്ള LED എണ്ണം ഇപ്പോൾ 50 കിടക്കുന്നത്. ഞാനിവിടെ ചെയ്തപ്പോൾ എനിക്ക് 80 LED ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് 80 കൊടുത്തു. തൊട്ട് താഴെ ഇനി കുറച്ച് താഴെയായിട്ട് ഇവിടെ ഇത് പോളി ലൈനും പിന്നെ
വേറൊരു ലൈനും ആയതുകൊണ്ട് പോളി ലൈനും സ്ട്രെയിറ്റ് ലൈനും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് കൺട്രോളേഴ്സിൻ്റെ അവിടെ നമ്മൾ ഇവിടെ യൂസ് സ്റ്റാർട്ട് ചാനലിന് കൊടുക്കുക. പിന്നെ ഇവിടെ നമ്മൾ ടിക്ക് ഇടുക ഇൻഡിവിജ്വൽ സ്റ്റാർട്ട് ചാനൽ. അതിന് തൊട്ട് താഴെയുള്ള സ്റ്റാർട്ട് ചാനലിൻ്റെ അവിടെ പോവുക. ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ വരുന്ന വിൻഡോയിൽ എൻഡ് ഓഫ് മോഡൽ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ പോളി ലൈൻ 3 സെലക്ട് ചെയ്യുക. അപ്പോൾ പോളി ലൈൻ്റെ 3യുടെ ബാക്കിയായിട്ടാണ് സ്ട്രെയിറ്റ് ലൈൻ വരിക. 2 മോഡൽ യൂസ് ചെയ്യുമ്പോൾ മാത്രം ഇത് യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഹെഡ്ലൈറ്റിന് ചുറ്റും പോളി ലൈൻ വെച്ചിട്ട് വരയ്ക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ പോളി ലൈൻ സെലക്ട് ചെയ്തു. അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. ഇനി എസ്കേപ്പ് ബട്ടൺ അടിച്ചു. ഇനി ആ പോളി ലൈനകത്തും കൺട്രോളറിൻ്റെ അവിടെ ഞാൻ പോയിട്ട് യൂസ് സ്റ്റാർട്ട് ചാനൽ കൊടുത്തു. ഇവിടെ എൻഡ് ഓഫ് മോഡൽ കൊടുത്തു. സിംഗിൾ ലൈൻ്റെ എൻഡിലായിട്ട് വരണം എന്നുള്ളത് സെലക്ട് ചെയ്തു. ഓക്കെ കൊടുത്തു. അതേപോലെ തന്നെ ഇനി അപ്പുറത്തെ ഹെഡ്ലൈറ്റും ഞാൻ പിക്സൽ വരയ്ക്കാൻ പോവാണ്. അതിനുവേണ്ടി വീണ്ടും പോളി ലൈൻ സെലക്ട് ചെയ്തു. നമുക്കിതിനകത്ത് LED എണ്ണം മാറ്റാം. ഞാനത് മാറ്റിയില്ല, അത് 50 തന്നെ ഇട്ടങ്ങ് ചെയ്തതാണ്. എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ വീണ്ടും കൺട്രോളർ മാറ്റി യൂസ് സ്റ്റാർട്ട് ചാനൽ കൊടുക്കുക. ഇവിടെ സ്റ്റാർട്ട് ചാനലിൻ്റെ അവിടെ പോയിട്ട് എൻഡ് ഓഫ് മോഡൽ കൊടുക്കുക. ഏറ്റവും താഴത്തെ പോളി ലൈൻ 4 കൊടുക്കുക. പോളി ലൈൻ 5. ഇവിടെ നമ്മളിപ്പോൾ വരച്ചത് പോളി ലൈൻ 5 ആണ്. ഈ പോളി ലൈൻ 5 ഇവിടെ സെലക്ട് ചെയ്യുക. പോളി ലൈൻ 4ൻ്റെ കണ്ടിന്യൂവേഷൻ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ കൺട്രോളേഴ്സ് യൂസ് സ്റ്റാർട്ട് ചാനൽ കൊടുത്തിട്ട് സ്റ്റാർട്ട് ചാനലിൻ്റെ ഇവിടെ പോളി ലൈൻ 4 സെലക്ട് ചെയ്ത് കൊടുക്കുക. എൻഡ് ഓഫ് മോഡൽ പോളി ലൈൻ 4. ഓക്കെ, അപ്പം ഇത്രയും ഞാൻ ഇതിനകത്ത് വരയ്ക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ സീക്വൻസ് ഓപ്ഷനിലോട്ട് പോവാണ്. സീക്വൻസ് ഓപ്ഷനിലേക്ക് പോകുന്നതിന് മുന്നേ കൺട്രോളേഴ്സിൽ തന്നെ വന്നിട്ട് ഇവിടെ വിഷ്വലൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. വിഷ്വലൈസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇവിടെ പോർട്ടുകൾ കാണിക്കും. ഇവിടെ നമ്മൾ വരച്ച ലൈൻസുകൾ കാണിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യമേ നമുക്കിവിടെ വരുന്നത് പോളി ലൈൻ 1 ആണ്. പോളി ലൈൻ 1 ലേഔട്ടിനകത്ത് നോക്കുകയാണെങ്കിൽ പോളി ലൈൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോർഷനാണ്. അടുത്തത് പോളി ലൈൻ 2 ഈ വൈപ്പർ, പോളി ലൈൻ 3 ഈ വൈപ്പർ. പിന്നെ നമ്മൾ വരച്ചത് താഴത്തെ സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പോളി ലൈൻ 2 എടുത്തിട്ടു. പിന്നെ പോളി ലൈൻ 3 എടുത്തിട്ടു. പിന്നെ സ്ട്രെയിറ്റ് ലൈനാണ് നമ്മൾ ചെയ്തത്. സിംഗിൾ ലൈൻ അതെടുത്തിട്ടു. പിന്നെ പോളി ലൈൻ 4, പോളി ലൈൻ 5
ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇത് ഇങ്ങോട്ട് വരും, പക്ഷേ സീക്വൻസ് വ്യത്യാസം ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ വലിച്ചിട്ടു എന്ന് മാത്രം. ശേഷം ക്ലോസ് ചെയ്യുക. അതിനുശേഷമാണ് നമ്മളിവിടെ സീക്വൻസിലേക്ക് വരുന്നത്. സീക്വൻസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഫയൽ, ന്യൂ സീക്വൻസ്, അനിമേഷൻ. അതിന് മുന്നേ ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്യാനുണ്ട്. ഇവിടെ ലേഔട്ടിൽ വരിക, ഇവിടെ ക്ലിക്ക് ചെയ്ത് ഫുള്ള് സെലക്ട് ചെയ്യുക. ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്രിയേറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓൾ നമ്മൾ ഈ വരച്ചേക്കുന്ന എല്ലാം കൂടെ ഒരു ഫോൾഡർ ആക്കുകയാണ്. ഫയല്, ന്യൂ സീക്വൻസ്, അനിമേഷൻ, 20 fps, ക്വിക്ക് സ്റ്റാർട്ട്. ഓക്കെ, ഇവിടെ ഇപ്പം നമുക്ക് എല്ലാം കൂടെ വന്നിട്ടുണ്ട്. എല്ലാം ഇവിടെ നമുക്ക് ആവശ്യമില്ല. എഡിറ്റ് ഡിസ്പ്ലേ എലമെൻറ്റ്സ്, ഇവിടെ ആവശ്യമില്ലാത്ത ഓൾ അഴിച്ചിട്ടുള്ള എല്ലാത്തിനെയും ഇപ്പുറത്തോട്ട് വിടുകയാണ്. എല്ലാം കൂടി ഇപ്പുറത്തോട്ട് പോയി, ഓള് മാത്രം ഇവിടെ കിടപ്പുണ്ട്. ക്ലോസ് ചെയ്യുക. ഇനി ഇവിടോട്ട് നമുക്ക് മേളിൽ നിന്ന് അനിമേഷൻസ് എടുത്തിടാം. അപ്പം ഞാൻ ഈ ഒരു അനിമേഷൻ ഇതിനകത്തോട്ട് വലിച്ചിട്ടു. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടം വരെ 30 സെക്കൻഡിൻ്റെ അനിമേഷൻസാണ് നമുക്ക് ഇടാൻ പറ്റുക. നമുക്കതിൻ്റെ പ്രിവ്യൂ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇതിൻ്റെ മൂവ്മെൻറ്റ് സ്പീഡ് നമുക്ക് കൂട്ടാം. പിന്നെ അതിൻ്റെ തിക്നെസ് നമുക്ക് കൂട്ടാൻ കുറയ്ക്കാം. നമ്പർ ഓഫ് പെല്ലറ്റ്സ് കൂട്ടാൻ കുറയ്ക്കാം. കളേഴ്സ് വരുന്നത് കൂട്ടാൻ കുറയ്ക്കാം. ഒക്കെ നമുക്കിവിടെ ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് നമുക്കിതിൻ്റെ പ്രിവ്യൂ കാണാൻ പറ്റും. ഇനി ഇത് കൺട്രോളറിലേക്ക് മാറ്റുന്നത് വേറൊരു രീതിയിലാണ്. അപ്പോൾ ഇവിടെ 30 സെക്കൻഡ് ഫുള്ള് നമ്മൾ നിറയ്ക്കണം. നമ്മൾ അടുത്തൊരു ഡിസൈൻ നമുക്ക് വേണമെങ്കിൽ അവിടുന്ന് തന്നെ അതിനെ തന്നെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. അതിനെ വലിച്ച് ഇതിൻ്റെ ഒപ്പം കൊണ്ടിടാം. ഇതിൻ്റെ കളർ പാറ്റേൺസ് നമുക്ക് മറ്റൊരു രീതിയിലാക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്കിതിനെ മേളിൽ നിന്ന് താഴോട്ട് ആവുന്ന രീതിയിൽ കൊടുക്കാം, അല്ലെങ്കിൽ താഴ്ന്ന മേപ്പോട്ട്. ഓക്കെ, ഇവിടെ മൂവ്മെൻറ്റ് തിരിച്ചു കഴിഞ്ഞാൽ മേളിൽ നിന്ന് താഴോട്ടാവും. അതല്ല ഇവിടുന്ന് നമുക്ക് വീൽ ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിങ്ങോട്ടേക്ക് വലിച്ചിടാം. എന്നിട്ട് അത് ഒന്ന് വലുതാക്കി അത് ചെയ്യുമ്പോഴത്തേക്കിനെ കറങ്ങുന്നുണ്ട്. അതിൻ്റെ തിക്നെസ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ കൂട്ടാം, സ്പീഡ് കൂട്ടാം, കളർ ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ കൺട്രോളർ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കൺട്രോളർ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് വേണ്ടുന്ന അനിമേഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം, നമ്മൾ വിൻഡോ മിനിമൈസ് ചെയ്യുക. ഞാൻ സാധാരണ ചെയ്യുന്നത് നമ്മൾ ആദ്യമേ ക്രിയേറ്റ് ചെയ്ത ഈ ഫോൾഡറിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. അതിന് പേര് ഞാൻ ഡിസൈൻ എന്നിടും. അപ്പോൾ ഇതിനകത്തായിരിക്കും എൻ്റെ ഈ ഫോൾഡറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡിസൈനുകളും ഞാൻ സേവ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും എക്സ്ലൈഡ്സ് ഓപ്പൺ ചെയ്തിട്ട് ഫയല്, സേവ് സീക്വൻസ്,
ഡിസൈൻ ഫോൾഡർ ഓപ്പൺ ചെയ്ത് ഇവിടെ ഞാനിതിന് പേര് കൊടുക്കും, 1 എന്നോ മറ്റും. എന്നിട്ടത് സേവ് ചെയ്യും. നമ്മൾ നോക്കുമ്പോൾ ഫോൾഡറിനകത്ത് ഡിസൈനകത്ത് 1FSEQ എന്ന് പറഞ്ഞ ഫയൽ സേവ് ആയിട്ടുണ്ടാകും. ഇതാണ് നമ്മളുടെ ഡിസൈൻ ഫയൽ. ഇത് നമ്മളുടെ പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് നമുക്ക് വീണ്ടും സീക്വൻസ് ഓപ്പൺ ചെയ്ത് അതിനെ വീണ്ടും നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. കമ്പ്യൂട്ടർ ക്ലോസ് ചെയ്തിട്ട് പോയാലും പിന്നീട് ഇതിനെ ഓപ്പൺ ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും.